ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യ മേഖലയിൽ തിരൂർ സിറ്റി ആശുപത്രിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തിരൂർ സിറ്റി ആശുപത്രിയുടെ റൂബി ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ സുവനീർ പ്രകാശനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രമുഖ ഡോക്ടർമാരെയും ജീവനക്കാരെയും തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര IAS ആദരിച്ചു. ആശുപത്രിയിൽ 40 വർഷം പൂർത്തിയാക്കിയ അസിസ്റ്റന്റ് മാനേജർ വി ജയലക്ഷ്മിയെയും ഉദ്ഘാടന ദിനം ജനിച്ച ആദ്യത്തെ കൺമണിയായ PP നൂർജഹാനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ഓട്ടോ ഡ്രൈവർമാർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ സമർപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, നഗരസഭാ കൗൺസിലർ TP സതീശൻ, പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു, IMA പ്രസിഡന്റ് അസീം മഹദീർ, മാനേജിംഗ് പാർട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ, മാനേജർ NP മുഹമ്മദ് അലി, പ്രോഗ്രാം ചെയർമാൻ മുജീബ് താനാളൂർ, മീഡിയ ചെയർമാൻ KP റഹ്മത്തുള്ള, പ്രസ് ക്ലബ് പ്രസിഡന്റ് PK രതീഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ആക്ടിംഗ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി ഡോക്ടർ അഗസ്റ്റിൻ ജോസഫ്, അതേപോലെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള 50ഓളം പേർ. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ വയലാർ രവി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് തുടക്കം ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരാശുപത്രി തുടങ്ങുക എന്നത് 1984 നിന്ന് നോക്കുമ്പോൾ വിപ്ലവകരമായിട്ടുള്ള ഒരു തുടക്കമാണ്. തിരൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമാണ് ഈ ആശുപത്രി. 40 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ വയലാർ രവി ഈ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തോടൊപ്പം വന്ന ഒരാളാണ്. അന്ന് 2 ആശുപത്രികളാണ് തിരൂരിലുണ്ടായത്. ഒന്ന് തിരൂർ നഴ്സിംഗ് ഹോമും ഒന്ന് മാലതി നഴ്സിംഗ് ഹോം, 2 എണ്ണമായി. പിന്നീട് നമ്മുടെ ഈ കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലൊരു ആശുപത്രി വരിക എന്നുള്ളത് നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ പ്രവാസികളായിട്ടുള്ള യാഹൂജ് അടക്കമുള്ളവർ ഈ ദൗത്യം ഏറ്റെടുക്കുകയും അത് നിരവധി അവസരങ്ങളിൽ ഈ ആശുപത്രി വലിയ ഭീഷണിയൊക്കെ നേരിട്ടു. കൂട്ടുന്ന അവസരമൊക്കെ ഉണ്ടായപ്പോഴും അതിൽ കൃത്യമായി ഇടപെടുകയും ഈ
ഇന്ന് തിരുവല്ലത്തിൻ്റെ അഭിമാനമായി പ്രവർത്തിക്കുന്ന ഒന്നായി ഈ ആശുപത്രി മാറി എന്നുള്ളത് തിരൂർ പ്രദേശത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ തിരൂരിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് സിറ്റി ഹോസ്പിറ്റൽ. ആരോഗ്യ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് രോഗചികിത്സാ രംഗത്ത് ആതുര ശുശ്രൂഷ മേഖലയിൽ ഒരു വലിയ സാന്നിധ്യം ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ 4 പതിറ്റാണ്ടിനുള്ളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് നാട്ടിലും വ്യക്തി എന്നതുപോലെ അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ വളർച്ചയിൽ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് ചെറുതായിരിക്കില്ല എന്ന് നമുക്കറിയാം. അതൊരു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വിഭിന്നമായി അതൊരു ചികിത്സാ സ്ഥാപനമാകുമ്പോൾ അതിനുള്ള പ്രാധാന്യവും ഗൗരവവും ഏറെ കൂടുതലാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംരക്ഷിക്കാൻ കാരണം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു ഒത്തുചേരലാണ് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരു ജീവിതം രക്ഷപ്പെടുത്താനാവുന്നില്ലെങ്കിൽ അതിന് അനുയോജ്യമായ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയാസം വരാത്ത രീതിയിൽ അവരുടെ മെഡിസിൻ എഴുതി കൊടുക്കുന്ന കാര്യത്തിലായാലും ആ മെഡിസിൻ അവർക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിലായാലും കറക്റ്റ് സ്ലിപ്പ് എഴുതുന്ന കാര്യത്തിൽ പോലും സൂക്ഷ്മത കൈവരുത്തണം. സ്ഥാപിച്ച് മുൻപോട്ട് കൊണ്ടുപോയി ഈ മേഖലയിലെത്തിയതാണ്. നിസ്സംശയം തന്നെ തിരൂർ മേഖലയുടെയും തിരൂർ ടൗണിൻ്റെയും ഒക്കെ ആരോഗ്യ ശുശ്രൂഷയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന, ചരിത്രപരമായി വഹിച്ചിട്ടുള്ള, ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം പേർക്ക് തൊഴിൽ നൽകുന്ന, നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, ജീവനക്കാരെയും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ആശുപത്രി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആശുപത്രി സ്ഥാപിച്ചത് മുതൽ 40 വർഷത്തോളം നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട മാഡത്തെയൊക്കെ നമ്മൾ ആദരിക്കുകയുണ്ടായി. സ്നേഹത്തോടെ, ആർദ്രതയോടെ കണ്ണുകളിൽ നോക്കാൻ കഴിയണം ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയോട്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരാനുള്ള കാരണവും എൻ്റെ അച്ഛന് സുഖമില്ലാതിരുന്നപ്പോൾ ഞാൻ പ്രദീപ് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു MRI ന്യൂറോളജി ബ്രെയിനിൻ്റെ സ്കാനിങ് കൊണ്ടുവന്നു. ഡോക്ടർ വളരെ തിരക്കുള്ള ആളായിരുന്നു. അന്നും പുറത്ത് കുറേ പേരുണ്ടെങ്കിലും ഡോക്ടർ അച്ഛനോട് കുറേ നേരം സംസാരിക്കുകയും അച്ഛന് നല്ല ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ ഓർമ്മയ്ക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. അച്ഛൻ ആദ്യം അതായിരുന്നു സംശയം. നമുക്കറിയാം, നമ്മളെ കേരളം നേരത്തെ സബ് കളക്ടർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ തെരുവുകൾ കണ്ടാൽ അവിടെ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ പ്രായമുള്ളവരാണ്. പ്രായമായവരുടെ ഈ സദസ്സ് നോക്കിയാൽ നമുക്കറിയാം, പ്രായമായ ആളുകളുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മുടെ കേരളം. 40 വർഷം പിന്നിടുന്ന തിരൂർ പട്ടണത്തിലെ ഹൃദയഭാഗത്തുള്ള സിറ്റി ഹോസ്പിറ്റൽ IMA സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള IMAയിലെ അംഗങ്ങളായിട്ടുള്ള ഡോക്ടർമാർക്ക് എംപ്ലോയബിലിറ്റി കൊടുത്താണ്. അതായത് ഡോക്ടർമാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം 40 വർഷം കൊല്ലം. അങ്ങനെ പറയാവൂ, ചെറിയ കുറച്ച് വാക്കുകൾ. സ്വയം ജീവിക്കുവാനും സന്തോഷിക്കുവാനും മറന്ന് മറ്റുള്ളവരുടെ വേദന അകറ്റുമ്പോൾ അവരുടെ മുഖത്തെ ചിരിയും സന്തോഷവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഫലമെന്ന് ബഹുമാനനായ ഇതിൻ്റെ സ്ഥാപകൻ അൽവി ഹാജി ഉൾപ്പെടെ അവസാനമായി നമ്മളോട് ഇവിടെ പറഞ്ഞ ഇതിൻ്റെ എല്ലാമായിരുന്ന തങ്ങളും യാവോജും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പടച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആത്മാത്മായി പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളെ ഒരു സ്ഥാപനമായി ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാനും നമ്മളെ ബാവാക്കിയൊക്കെ. സത്യത്തിൽ ആ ഒരു വല്ലാത്തൊരു ഓർമ്മകൾ ചിന്തി നിൽക്കുന്നൊരു അവസരത്തിലാണുള്ളത്. നമുക്കറിയാം, സിറ്റി ഹോസ്പിറ്റലിലെ ഇന്നത്തെ പ്രസക്തി തിരൂരിൻ്റെ ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാര ലോകമാണ് തിരൂർ. ആ തിരൂരിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് തിരൂർ നെയ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടൊരു ജനകീയ മുഖം നൽകി ജനകീയ ഡോക്ടർമാരെക്കാരാലും ജനകീയമായ സ്റ്റാഫുകളാലും കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥാപനമായി ഇതിനെ മാറി എന്നാണ് 40 വർഷം കഴിഞ്ഞപ്പോൾ സിറ്റി തിരൂരിന്റെ മുഖമുദ്രയായി മാറിയത്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.